ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ശ്രീരംഗപട്ടണത്തിനാണുള്ളത്. അപ്പോൾ ശ്രീരംഗപട്ടണത്ത് രാത്രിയായിപ്പോയി. നമ്മൾ എത്തുമ്പോഴത്തെ സോമനാഥപുര പോയിട്ട് നോക്കുമ്പോൾ അവിടെ അമ്പലത്തിൽ കയറാൻ സാധിക്കാതെ വന്നപ്പോൾ തിരിച്ച് ശ്രീരംഗപട്ടണം ഒന്ന് രാത്രി ഇവിടെ ഹോൾട്ട് ചെയ്തു. ഇതാണ് നമ്മൾ തങ്ങിയ ലോഡ്ജ്. മൈസൂർ ബാംഗ്ലൂർ റോഡാണ്, പഴയ റോഡ്, പഴയ 4 വരി പാതയാണ്. മൈസൂരിൻ്റെ ഭരണം ടിപ്പു സുൽത്താൻ്റെ കൈകളിൽ വന്നപ്പോൾ മൈസൂരിൻ്റെ തലസ്ഥാനമായിരുന്നു ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണത്തിലേക്ക് എത്തുമ്പോൾ ദേശീയപാതയിൽ തന്നെ ഒരു വലിയ കമാനത്തിൽ വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ ശ്രീരംഗപട്ടണം എന്ന് എഴുതി വെച്ചൊരു ബോർഡ് കാണാം. ഈ കമാനം കടന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പഴയ പാലം കാണാം. പഴയ പാലം കടന്ന് ശ്രീരംഗപട്ടണത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്ന ടിപ്പു സുൽത്താൻ്റെ തകർന്നടിഞ്ഞ ചരിത്ര സ്മാരകങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. ഒരുപാട് ആക്രമണങ്ങളുടെയും കൊലകളുടെയും പടയോട്ടങ്ങളുടെയും കഥ പറയാനുണ്ട് ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾക്ക്. ഏകദേശം 14 കിലോമീറ്റർ ചുറ്റളവിൽ തീർത്തും കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലുള്ള ഈ സ്ഥലത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ട മുഴുവനായും വലിയൊരു ഗിടങ്ങാൽ ചുറ്റപ്പെട്ടതാണ്. കാവേരി നദിയിലുള്ള ജലം നിറച്ച ഗിടങ്ങിൽ മുതലകളെയും വളർത്തിയിരുന്നെന്ന് പറയപ്പെടുന്നു. യുദ്ധത്തിൽ വധിക്കപ്പെടുന്ന ശത്രു സൈനികരുടെ മൃതദേഹം ഈ മുതലകൾക്ക് ആഹാരമായിരുന്നു അത്രേ. തകർന്നടിഞ്ഞ കോട്ടയുടെ കവാടത്തിനകത്തൂടെ നമ്മൾ കോട്ടക്കകത്തേക്ക് പ്രവേശിച്ചു. ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണം എന്ന് പേര് വന്നത് തന്നെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം ഇതിനകത്ത്, ഈ കോട്ടക്കകത്ത് ഉള്ളതിനാലാണ്. AD 9-ാം നൂറ്റാണ്ടിൽ ഗംഗാ രാജവംശം പണിതീർത്തതായി കണക്കാക്കപ്പെടുന്നതാണ് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം. കോട്ടക്കകത്തേക്ക് പ്രവേശിച്ചാൽ റോഡുകൾ പല വഴിക്കായി തിരിയുന്നുണ്ടെങ്കിലും നമ്മളെ കണ്ണിൽ ആദ്യം ദൃശ്യമാകുന്നത് ജാമിയ മസ്ജിദാണ്. 1787 ടിപ്പു സുൽത്താൻ തന്നെയാണ് ഈ കാണുന്ന ജാമിയ മസ്ജിദ് നിർമ്മിച്ചത്. വെളിയിൽ നിന്ന് തന്നെ ഉയർന്നു നിൽക്കുന്ന 2 മിനാരങ്ങളാണ് ഈ മസ്ജിദിൻ്റെ പ്രധാന ആകർഷണം. മസ്ജിദിനെ പിന്നിലാക്കി നമ്മൾ നേരെ പോകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായി കരുതപ്പെടുന്ന ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്നൊരു ദൃശ്യമാണിത്. സ്നാൻഘട്ട് എന്ന് അറിയപ്പെടുന്ന കാവേരി നദിയിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരു വഴിയാണിത്. ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തർക്ക് സ്നാനം ചെയ്യുന്ന സ്ഥലമാണിത്. കാവേരി നദിയുടെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരേ സമയം ഒരുപാട് ഭക്തർക്ക് നിന്ന് കുളിക്കാനും ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം നല്ല നീളത്തിലുള്ള സ്റ്റെപ്പുകൾ കെട്ടിയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാവേരി നദിയുടെ നടുവിലായി ഒരു വലിയൊരു കരിങ്കല്ലിൽ, ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത അനേകം ശില്പങ്ങൾ നല്ല ഭംഗിയായി ഇതിനകത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നയനമനോഹരമായ ഒരു കാഴ്ചയാണിത്. കൂടാതെ ഈ കരിങ്കല്ലിൻ്റെ മുകളിലായി ഒരു നന്ദി വിഗ്രഹം കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു നദിയാണ് കാവേരി നദി. വലിയൊരു നദിയാണ് കാവേരി നദിയെങ്കിലും ജലത്തിൻ്റെ അഭാവം കാരണം കൂടുതൽ ഏരിയയിലും പച്ചപ്പുല്ല് വളർന്നു കിടക്കുന്നതിനാൽ നദിയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നില്ല. സ്നാൻഘട്ട് അതിവിശാലമായ ഒരു സ്ഥലം തന്നെയാണ്. ഒരേ സമയം ഒത്തിരി ആൾക്കാർക്ക് ഒരുമിച്ച് സ്നാനം ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതിവിശാലമായി പടകൾ കെട്ടി നിർമ്മിച്ച് ഉണ്ടാക്കിയതാണ് ഈ സ്നാൻഘട്ട്. സ്നാൻഘട്ട് ദർശനം കഴിഞ്ഞ് നേരെ പോകുന്നത് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. രംഗനാഥ സ്വാമി ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുൻവശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അതിമനോഹരമായ ക്ഷേത്ര ഗോപുരം ദൂരത്ത് തന്നെ ദൃശ്യമാവുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായിരുന്ന ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത്. തീർത്തും കരിങ്കല്ലാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ക്ഷേത്ര ഗോപുരമാണിത്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് മൈസൂരിൻ്റെ ആധിപത്യം ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു.
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായി ശ്രീരംഗപട്ടണം മാറി. ടിപ്പു സുൽത്താൻ കൊട്ടാരങ്ങൾ, കോട്ടകൾ, ഇപ്പോൾ സർക്കാർ സംരക്ഷിച്ചു പോരുന്ന ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള പല ചരിത്ര സ്മാരകങ്ങളും ഇക്കാലത്ത് നിർമ്മിച്ചതാണ്. അനേകം ശില്പങ്ങളാലും കൊത്തുപണികളാലും നിർമ്മിക്കപ്പെട്ട അതിഗംഭീരമായ ഒരു ക്ഷേത്രഗോപുരം തന്നെയാണിത്. ക്ഷേത്രഗോപുരം പിന്നിട്ട് ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു. ഏകദേശം 20 അടിയോളം ഉയരത്തിലുള്ള കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ചുറ്റുമതിലും ക്ഷേത്രഗോപുരത്തിനും നടുവിലായിട്ടാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ദക്ഷിണേന്ത്യയിലെ അതിമനോഹരമായ ഒരു ദേവാലയം തന്നെയാണിത്. അനേകം കരിങ്കൽ തൂണുകളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രം. കൊത്തുപണികളോടുകൂടിയുള്ള അനേകം കരിങ്കൽ തൂണുകൾ കാണാൻ തന്നെ അതിമനോഹരമായിരിക്കുന്നു. കരിങ്കൽ പാളികൾ പാകിയതാണ് ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം. പൂർണ്ണമായും പിത്തളാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ കൊടിമരമാണ് നമ്മൾ ഈ കാണുന്നത്. പ്രധാന ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നതിനാൽ നാദസ്വരം വായിക്കുന്ന കലാകാരന്മാരുടെ നാദസ്വരത്തിൻ്റെ ശബ്ദം ക്ഷേത്രത്തിന് അകത്ത് മുഴങ്ങി കേൾക്കുന്നുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് മുന്നിലെത്തി ദർശനത്തിനായി നമ്മളും ക്യൂവിൽ നിന്നു. നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ ക്ഷേത്രങ്ങളിൽ നാദസ്വര വായനയാണ് കാണുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള അനന്തശയനം മാതൃകയിലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും ഉള്ളത്. പ്രധാന ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിൻ്റെ പടിപ്പുരയിന് മുകളിലായി അതിമനോഹരമായ ഒരു കൊത്തുപണിയുടെ ദൃശ്യം കാണാം. ക്ഷേത്രത്തിനകത്ത് വീഡിയോഗ്രാഫി നിരോധനം ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും ചിത്രീകരിക്കുന്നില്ല. അനന്തൻ്റെയും ഗരുഡൻ്റെയും പിത്തളിൽ ഉണ്ടാക്കിയ 2 പ്രതിമകൾ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് പ്രവേശിച്ചു. കരിങ്കൽ പാളികൾ വിരിച്ച അതിവിശാലമായ ക്ഷേത്രാങ്കണം തന്നെയാണ് ഇതിനകത്തുള്ളത്. ക്ഷേത്രത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ക്ഷേത്രഗോപുരത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണ് കാണുന്നത്.
അനേകം കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം. പുറമേ നിന്ന് ദൃശ്യമാകുന്ന കരിങ്കൽ തൂണുകൾ ഇതാണെങ്കിലും ക്ഷേത്രത്തിനകത്ത് ഇതിലു ഉപരി അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയ അനേകായിരം തൂണുകൾ സ്ഥിതി ചെയ്യുന്നു. ഹിന്ദുദേവനായ രംഗനാഥന്, അതായത് വിഷ്ണുദേവന് സമർപ്പിതമാണ് ഈ ക്ഷേത്രം. ഗംഗാ രാജവംശത്തിലെ ഒരു ഭരണാധികാരിയായിരുന്ന തിരുമലയ്യ എന്ന പ്രാദേശിക മേധാവിയായിരുന്നു 9884 AD ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധൻ ശ്രീരംഗപട്ടണം വൈഷ്ണവ സന്യാസിയായിരുന്ന രാമാനുജ ആചാര്യർക്ക് ഒരു ആഗ്രഹാരമായി, അതായത് ഒരു പഠനസ്ഥലമായി നൽകി. അക്കാലത്ത് ക്ഷേത്രത്തിൽ ഏതാനും കൂട്ടിച്ചേർക്കലുകളും നവീകരണങ്ങളും നടത്തിയിരുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുകളിലെ ഗോപുരവും വിജയനഗര വാസ്തുവിദ്യയുമായി പൊരുത്തപ്പെടുന്നതാണ്. ഭൂലോക വൈകുണ്ഠം എന്നാണ് ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം. ശ്രീരംഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ നഗരത്തിൽ നിന്നും 13 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഒരുപാട് തവണ ഈ റൂട്ടിലൂടെ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്താനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടിയത് ഇപ്പോഴാണ്. ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള വിവരണങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. നമ്മുടെ നാട്ടിലുള്ള അനേകായിരം പേർ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്തിയവർ വളരെ കുറഞ്ഞ പേർ മാത്രമായിരിക്കും. ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ഹിന്ദു വിശ്വാസികൾക്കും ഈ ക്ഷേത്ര ദർശനം നടത്താൻ സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അതിഗംഭീരമായ പൗരാണിക ക്ഷേത്രം ഒന്ന് പ്രദർശനം വെച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണിത്. പ്രധാന ക്ഷേത്രത്തിൻ്റെ 2 ശ്രീകോവിലാണ് നമ്മൾ ഈ കാണുന്നത്. മുൻപിൽ കാണുന്ന ക്ഷേത്ര ഗോപുരമാണ്.
9-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ഈ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായ ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പൂർണ്ണ തൃപ്തിയോടെ മടങ്ങുകയാണ് ഞങ്ങൾ. ഹിസ്റ്റോറിക്കൽ ടൗൺ എന്നറിയപ്പെടുന്ന ശ്രീരംഗപട്ടണത്തിന് ഇനിയും ഒത്തിരി കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ട് തൽക്കാലം ഈ ക്ഷേത്രത്തോട് വിട പറയുകയാണ്. നമ്മളെ അടുത്ത ലക്ഷ്യം വാട്ടർ ജയിലാണ്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലാണ് വാട്ടർ ജയിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. വാട്ടർ ജയിലും അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ആ സമയത്താണ് ഒരുവൻ കുതിരസവാരി പോകണോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നത്. നമുക്കാണെങ്കിൽ സമയക്കുറവ് മൂലം കുതിരസവാരി വേണ്ടെന്ന് വെച്ചു.